ബരാക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കമായിട്ടാണ് ഈ പഠനം, എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ദുരുപദേശങ്ങൾ ഉള്ളത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ക്രിസ്റ്റോളജിക്കൽ ഹെറസീസ് എന്ന് പറയുന്നത് എണ്ണിക്കൂടാതെ വണ്ണം ഉണ്ട് ലോകത്തിൽ. ഓരോരുത്തർക്കും അവരവരുടെ ഫിലോസഫി തത്വശാസ്ത്രം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് കൃത്യമായി വചനം എന്ത് പറയുന്നത് പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ കണ്ടു, പാവമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, അതുപോലെ ദൈവത്വം, മനുഷ്യത്വം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനിടയായി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: അവൻ്റെ പാപപരിഹാരയാഗം, യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തയാഗം, കർത്താവ് ചെയ്ത പ്രവൃത്തി, ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. അതായത് അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അറ്റോൺമെൻ്റ് എന്നാണ്. അറ്റോൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം അല്ലെങ്കിൽ പ്രതിശാന്തി എന്നൊരു വാക്ക് പണ്ട് കാലത്ത് ഉപയോഗിക്കുമായിരുന്നു. പാപപരിഹാരം, അതിനെയാണ് നമ്മൾ അറ്റോൺമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ്, പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യേണ്ട പ്രായശ്ചിത്തം, നമ്മൾ ചെയ്ത പാപത്തിന് യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതിനെയാണ് നമ്മൾ അറ്റോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അറ്റോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പം വലിയൊരു സീരിയസ് തിയറി ആയിട്ടൊന്നും ഇതിനെ എന്ന് പറഞ്ഞാൽ വലിയ ഗഹനമായൊരു തിയറി ആയിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. യേശുക്രിസ്തു നമുക്കായി മരിച്ചതിൻ്റെ പല ഘടകങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഇത്തിരി വിശദമായിട്ട് സംസാരിക്കാനാണ് ഈ 1-2 സെഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രായശ്ചിത്തയാഗം നടന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വേദന സഹിക്കാൻ കർത്താവ് തീരുമാനിച്ചത്? നമ്മെ വീണ്ടെടുക്കണമെന്ന് കർത്താവ് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഒരാളെ പോലും ദൈവം രക്ഷിച്ചില്ലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു കുറവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോഴും ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കാരണം ഒരു പാപിയെയും സ്വർഗത്തിൽ കയറ്റാത്ത, തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാത്ത ദൈവം എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അപ്പോഴും ദൂതന്മാർ അവനെ പുകഴ്ത്തുമായിരുന്നു. പക്ഷെ കർത്താവ് തീരുമാനിക്കുകയാണ്, ഈ പാപിയായ ഇവരെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഡിസിഷനാണ്. ആ ഡിസിഷൻ്റെ പുറകിൽ എന്താണുള്ളത്? ആ ഡിസിഷൻ്റെ പുറകിലുള്ളത് ദൈവത്തിന് മനുഷ്യരോടുള്ള ഭയങ്കരമായ സ്നേഹമാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള ലവിങ് കൈൻഡ്നസ്, കൃപാകടാക്ഷം, ആ കൃപാ, ദയവ്, സ്നേഹം. അതുകൊണ്ട് കർത്താവ് തീരുമാനിക്കുകയാണ്, ഇവരെല്ലാവരും ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല. മനുഷ്യരെ രക്ഷിക്കുവാൻ ഒരു വഴി തുറക്കപ്പെടുന്നു. ബൈബിളിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വാക്യങ്ങളിലൊന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:16. അതിങ്ങനെയാണ് പറയുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only son, that whoever believes in him should not perish but have everlasting life. അപ്പോൾ ദൈവം ലോകത്തെ ഇത്രത്തോളം സ്നേഹിച്ചു. എത്രത്തോളം സ്നേഹിച്ചു? പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. തൻ്റെ പുത്രനിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരൊറ്റ ആൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതായത് ലോകത്തിലെല്ലാവരും നശിച്ചു പോവുകയില്ല, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം എന്തുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അപ്പോൾ കർത്താവ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ നീതി പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവ് ഒരു പ്രായശ്ചിത്ത യാഗം ചെയ്യുകയാണ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തിന് നമ്മോട് സമാധാനം, തൃപ്തി ഉണ്ടാക്കുക. ദൈവത്തിന് നമ്മളോട് തൃപ്തി ഉണ്ടാക്കുക. പ്രിയ സഹോദരങ്ങളോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അതിപരിശുദ്ധനായ ദൈവത്തിന് ഒരു മനുഷ്യനായ എന്നോട് തൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എനിക്ക് തന്നെ എന്നോട് തൃപ്തിയില്ല, ഇല്ല. അപ്പോൾ എല്ലാം തികഞ്ഞവനായ പരിശുദ്ധനായ ദൈവത്തിന് എങ്ങനെയാണ് എന്നോട് തൃപ്തി ഉണ്ടാകുന്നത്? ഇപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വളരില്ല. ഞാൻ ഇപ്പോഴുള്ളതിൽ അതൃപ്തനായിരിക്കണം. അത് ലോകത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവിന് എനിക്ക് എന്തുമാത്രം അറിയാമെന്നുള്ള കാര്യത്തിൽ ഞാൻ അതൃപ്തനായിരിക്കണം, എങ്കിലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. എൻ്റെ നീതിയെക്കുറിച്ച് ഞാൻ അതൃപ്തനായിരിക്കണം. നീതിക്ക് വേണ്ടി ഞാൻ വിശന്നുകൊണ്ടിരിക്കണം, ദാഹിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് മതിയായി എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ
എനിക്ക് തന്നെ എന്നിൽ തൃപ്തിയില്ലാത്തപ്പോൾ ദൈവത്തിന് എന്നിൽ തൃപ്തിപ്പെടാൻ പറ്റുമോ? അപ്പോൾ ദൈവത്തെ പ്രൊപ്പീഷ്യേറ്റ് ചെയ്യുക, അതായത് തൃപ്തിപ്പെടുത്തുക, ദൈവത്തിൻ്റെ പ്രസാദം എനിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക എന്ന് പറയുന്നതോ, അതുപോലെ പിതാവായ ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നതോ ഒരു മനുഷ്യനായ എനിക്ക്, പാപിയായ എനിക്ക് ഒരു കാരണവശാലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു രക്ഷകൻ ഇറങ്ങി വരേണ്ടത് ആവശ്യമായിരുന്നു. 3:25 റോമാലേഖനം 3:25 പറയുന്നു, അവൻ നമ്മുടെ മുൻകാല പാപങ്ങളെ പൊറുത്തു, കണക്കിടാതെ വിട്ടു എന്നാണ് പറയുന്നത്. പാസ്ഡ് ഓവർ, എൻ്റെ പാപങ്ങളെല്ലാം കണക്കിടാതെ വിട്ട് കളഞ്ഞു. ക്രിസ്തു നിമിത്തം എൻ്റെ പാപങ്ങളെ കണക്കിടാതെ വിട്ടു. പാസ്ഡ് ഓവർ, അതായത് ദൈവം ഈ പാപങ്ങളെ കൺസിഡർ ചെയ്യാതെ വിട്ടു. അതിൻ്റെ കാരണം പുത്രൻ പിതാവിനെ പ്രസാദിപ്പിച്ചതാണ്. പ്രൊപ്പീഷ്യേഷൻ എന്ന് പറയും, പ്രസാദം, ദൈവത്തിൻ്റെ പ്രസാദം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാനും നീതിയാൽ തൃപ്തിപ്പെടുത്തുവാനും ഒരു മനുഷ്യന് സാധിക്കില്ലായിരുന്നു. അനീതിയാൽ ദൈവത്തിൻ്റെ കോപമാണ് ആദത്തിൻ്റെ സന്തതികളെ വരുത്തി വെച്ചതെങ്കിൽ നീതിയാൽ ദൈവത്തിൻ്റെ പ്രസാദം നേടിയെടുക്കുകയാണ് കർത്താവ് ചെയ്തത് നമുക്ക് വേണ്ടി. അതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷണറി ഒബീഡിയൻസ്, അതായത് നമുക്ക് വേണ്ടിയുള്ള അനുസരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്തിനാണ് പ്രായശ്ചിത്ത യാഗം അർപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് സ്വന്തം പുത്രനെ വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മോടുള്ള സ്നേഹവും നമ്മളെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യവും കാരണമാണ്. ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അതുപോലെ തന്നെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടുമാണ് പുത്രൻ തന്നെ ഇറങ്ങി വന്ന് ഈ പ്രായശ്ചിത്ത യാഗം കഴിക്കുന്നത്. 3:26 നമ്മൾ റോമാലേഖനം 3:26 വായിക്കുമ്പോൾ, ദൈവം നീതിമാനും തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും എന്ന് വരേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്, ദൈവത്തിൻ്റെ നീതിയെ തെളിയിക്കുക. അപ്പോൾ പുത്രനെ വിടുന്നതിലൂടെ, അല്ലെ പുത്രനെ വിടാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന് എല്ലാം സാധിക്കുമല്ലോ. ചെയ്സ് എന്ന് പറയുന്ന ഒരാൾ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാ പാപങ്ങളും ചുമ്മാ അങ്ങ് ക്ഷമിച്ച് കൊണ്ടുപോയി കൂടെ? പോരാ. കാരണം ദൈവത്തിനൊരു കാര്യം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നീതിയാണ്, മഹത്വകരമാണ്. അപ്പോൾ താൻ നീതിമാനും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നീതീകരിക്കാൻ കഴിയുന്നവനുമാണ് ദൈവമെന്ന് അറിയേണ്ടതിന് എന്നാണ് റോമാലേഖനം 3:26 കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ഇത് രണ്ടുമാണ് ഈ പ്രായശ്ചിത്ത യാഗം നിർബന്ധമാക്കിയത്. ദൈവം സ്നേഹമാണ് എന്ന് മാത്രമാണ്, നീതി അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? നീതി അല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് എല്ലാവരെയും കയറ്റി വിട്ടാൽ മതി. നമ്മുടെ സ്വർഗത്തിലോട്ട് പല ആൾക്കാരും പറയാറുണ്ട് ദൈവം ഭയങ്കര കരുണയാണ്, അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവർ എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സലിസം ഭയങ്കരമായ ദുരുപദേശം. കാരണം ദൈവത്തിൻ്റെ നീതിയെ അവിടെ അക്കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ വരുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ മരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴി അവിടെ ഇല്ല എന്നുള്ളതാണ്. പുത്രൻ മരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പിതാവിനോട് ചോദിക്കുന്നത്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം. ശിശുമാർ കേൾക്കുകയാണിത് പറയുന്നത്. അപ്പോൾ ശിശുമാരോട് പറയുന്നതാണ് ശരിക്കും ആ പ്രാർത്ഥനയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊരു കാരണവശാലും ഇത് നീക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും അതിനുവേണ്ടി നിർബന്ധിക്കുന്നു. അപ്പം പ്രായശ്ചിത്ത യാഗം കഴിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോടുള്ള ഭയങ്കരമായ സ്നേഹവും എന്നാൽ അവൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്താതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഗുണസവിശേഷതകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇത്ര കൊടിയ വേദന സഹിക്കുവാൻ യേശു കർത്താവിനെ നിർബന്ധിക്കുന്നത്. ഈ സ്നേഹവും നീതിയുമാണ് ഈ പ്രായശ്ചിത്ത യാഗത്തിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ നെസസിറ്റി എന്ന് പറയുന്നത്. എന്തിന് എന്ന ചോദ്യത്തിന് കാരണവും അതിൻ്റെ അത്യാവശ്യവും. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ അനുസരണം രണ്ട് തരത്തിലാണ് ഉള്ളത്. നമ്മൾ രണ്ട് തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ആക്റ്റീവ് ഒബീഡിയൻസ് ആണ്. നമുക്കറിയാം അവൻ അനുസരണത്തിൽ തികഞ്ഞവനായി എന്ന് പറയുന്നുണ്ട്. കഷ്ടം സഹിച്ച് തന്നെ അനുസരിച്ചു, കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വമായി, നിർബന്ധമായി കർത്താവ് അനുസരിച്ച് തീർത്ത് ന്യായപ്രമാണത്തെ പൂർത്തിയാക്കി. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് മാങ്ങാപ്പഴം പോലെയാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മാങ്ങാപ്പഴം ഇപ്പം മാങ്ങയുടെ സീസണും കൂടെയാണ്. ഈ മാങ്ങാപ്പഴം കഴിക്കാൻ നല്ല രസമാണ്, പക്ഷേ അതിൻ്റെ മാങ്ങാണ്ടി ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണം അതുപോലെ തന്നെയാണ്. ന്യായപ്രമാണത്തിന് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഭാഗമുണ്ട്, അതെല്ലാവർക്കും ചെയ്യാം. പക്ഷേ അതിൻ്റെ കഠിനമായ ഭാഗം, ജീവനുള്ള ഭാഗം, ആന്തരികമായ ഭാഗത്തിലേക്ക് വരുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ യേശു ക്രിസ്തു ആക്റ്റീവ് ഒബീഡിയൻസ്, അതായത് ആദം എവിടെ തോറ്റുപോയോ
അവിടെ ജയിക്കുന്ന ഒരു പൂർണ്ണമായ അനുസരണം യേശു കർത്താവ് പിതാവിന് മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഇത് മനഃപൂർവ്വമായിട്ടുള്ള അനുസരണമാണ്. ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഒബീഡിയൻസ് എന്ന് ചില സമയത്ത് വിളിക്കുന്നത്. ഒരു പെർഫെക്റ്റ് അനുസരണം, ഒരു പരിപൂർണമായ അനുസരണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യേശു ക്രിസ്തു അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുകയും അത് നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്താണ്? യേശു ക്രിസ്തു നമുക്കായി അനുസരണത്തിലൂടെ സൃഷ്ടിച്ച ഒരു പുതിയ നീതി, നമ്മൾ കൊതിയോടെ നോക്കേണ്ട ഒരു നീതി, ദൈവത്തിൻ്റെ നീതി യേശു കർത്താവ് തൻ്റെ അനുസരണത്തിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി സ്ഥാപിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് ക്രിസ്തു തന്നെ നീതിയാകുന്ന രീതിയിലാണ് വെളിപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, യേശു ക്രിസ്തുവിൻ്റെ മരണം മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ, അതിനു മുമ്പുള്ള ജീവിതം വലിയ പ്രശ്നമല്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. പെർഫെക്റ്റായിട്ട് ജീവിച്ചൊക്കെ ശരിയാണ്, പക്ഷെ അത് നമുക്ക് ബെനിഫിഷ്യൽ അല്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. മിക്കവാറും ആൾക്കാരും കർത്താവിൻ്റെ പാസീവ് ഒബീഡിയൻസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ആരാ ചെയ്യുന്നത്? അനുസരിക്കുന്ന ആരാ? യേശു ക്രിസ്തു പാസീവാണ്. പട്ടാളക്കാർ വരുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു, പീലാത്തോസിന് മുമ്പിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നു. ഇതിനെയാണ് പാസീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ പാസീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കർത്താവിനെ അടിക്കുന്നു, കർത്താവ് എന്നെ ഓർത്തുകൊണ്ട് സഫർ ചെയ്യുന്നു, ക്രൂശിൽ മരിക്കുന്നു, കർത്താവ് എന്നെ ഓർത്തുകൊണ്ട് പ്രാണനെ പിതാവിൻ്റെ അടുക്കിലേക്ക് വിടുന്നു. ഇത് മറ്റൊരാൾ ചെയ്യുന്നതാണ്. ക്രൂശിൽ തറച്ച് യേശു ക്രിസ്തു സ്വയം ചെയ്തതല്ല, പട്ടാളക്കാർ വന്ന് ചെയ്തതാണ്. അതിനെയാണ് നമ്മൾ പാസീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. കർത്താവ് അത് അനുസരണമാണ്, അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. ആ വിട്ടുകൊടുക്കുന്ന അനുസരണത്തെയാണ് പിതാവിൻ്റെ അൾട്ടിമേറ്റ് വില്ല്, അതായത് ഏറ്റവും ഉയർന്ന ഹിതത്തിന് കീഴടങ്ങുന്ന അനുസരണത്തെയാണ് പാസീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായത്, യാഗം രക്ഷയ്ക്ക് ആധാരമായത്. അതാണ് നമുക്ക് സ്വർഗം ഉറപ്പ് തന്നത്, പുനരുത്ഥാനം വാഗ്ദത്തം ചെയ്തത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ നീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആക്റ്റീവ് മനഃപൂർവ്വമായ അനുസരണത്തെക്കുറിച്ചുള്ളതാണ്. അതായത് കൽപ്പനകളുടെ അനുസരണം, നീതിയുടെ പൂർത്തിയാക്കൽ, നീതിയെ പൂർത്തിയാക്കുന്ന, ന്യായപ്രമാണത്തിൻ്റെ നീതിയെ പൂർത്തിയാക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുസരണമാണ് നമ്മുടെ നീതിയുടെ ആധാരം എന്ന് പറയുന്നത്. ഇനി അതല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകിയത് മാത്രമേ ഉള്ളൂ എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ക്ലീൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവമക്കളുടെ അവകാശം പ്രാപിച്ചവരല്ല എന്ന് മാത്രമല്ല, നമ്മൾ നീതിമാന്മാരുമല്ല, ക്ലീനാണ്, അത്രയും മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അനുസരണമാണ് നമ്മളെ എന്ത് ചെയ്തത്? നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യേശു കർത്താവിൻ്റെ ആ നീതി എത്ര ഭയങ്കരമാണ്. ഒരിക്കൽ പോലും കർത്താവ് എന്താ പറയുന്നത്, സ്ലാൻഡർ ചെയ്യുന്നില്ല, ആരെ സ്ലാൻഡർ ചെയ്യുന്നില്ല, കുറ്റം പറയുന്നില്ല, പരിഭവം പറയുന്നില്ല, ഞാൻ ഇത്രയും നിങ്ങളുടെ മുമ്പിൽ കഷ്ടപ്പെട്ടതല്ലേ എന്ന് പറയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും കഷ്ടപ്പെടുത്തുമ്പോഴും, മനുഷ്യർ കർത്താവിനെ കഷ്ടപ്പെടുത്തുമ്പോഴും പരാതികളില്ല. ഒരൊറ്റ പ്രാവശ്യം പോലും കർത്താവ് പരാതി പറയുന്നില്ല. ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ പ്രസംഗിക്കേണ്ടി വരുന്ന കഷ്ടത്തെക്കുറിച്ചോ നടപ്പിനെക്കുറിച്ചോ ഒന്നും കർത്താവ് ഒരു പരാതി ഒരിക്കൽ പോലും പറയുന്നില്ല. കാരണം അത്ര സന്തോഷത്തോടെയാണ് കർത്താവ് അതിലൂടെ എല്ലാം കടന്നുപോയത്, ആ വേദനയിലൂടെ കടന്നുപോയത്. പരാതികളില്ലാതെ, അത് പൗലോസ് പറയുന്നുണ്ട്, പരാതികളില്ലാതെ പിറുപിറുപ്പും വാദവും കൂടാതെ. ക്രിസ്തുവിൻ്റെ അനുസരണം അങ്ങനെയാണ്. പിറുപിറുപ്പും വാദമൊന്നുമില്ല, തർക്കങ്ങളില്ല, പരാതികളില്ല. യേശുക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് പരാതിയില്ല. കാരണം കർത്താവാണ്, കർത്താവിന് ആ പരാതിയില്ല. ഹി ഹാഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അനുസരണം അത് നമ്മുടെ നീതിയാണ്. നമ്മൾ ആ രീതിയിലേക്കാണ്, ആ ഒരു മോഡലാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി പാസീവ് ഒബീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടു, വിശന്ന് ദാഹിച്ച് അലഞ്ഞു തിരിഞ്ഞ് വേർത്ത് തളർന്ന്, അതെല്ലാം കർത്താവിൻ്റെ ഈ നമ്മുടെ ഈ നശിച്ചു പോയ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് അനുഭവിക്കേണ്ടി വന്നതാണ്. ക്രൂശിലെ മരണം, അത് പാസീവ് ഒബീഡിയൻസ് ആയിരുന്നു. ഇന്നിപ്പോൾ പല ആൾക്കാരും, പ്രത്യേകിച്ചും കാത്തലിക്സിലൊക്കെ ഉള്ള ആൾക്കാർ, ട്രഡീഷണൽ ചർച്ചുകളിലുള്ള ആൾക്കാർ ദുഃഖവെള്ളിയാഴ്ച വരുമ്പം ക്രൂശ് എടുത്തുകൊണ്ട് ആക്റ്റീവായിട്ട് നടക്കാറുണ്ട്. അതായത് നിർബന്ധിച്ചിട്ടല്ല, ആരും വെച്ചു കൊടുത്തല്ല, തന്നെത്താൻ ചുമന്ന് നടക്കാൻ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല കുരിശെടുത്ത്, കർത്താവിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താണ്. അതായത് അതിനെയാണ് നമ്മൾ പാസീവ് ഒബീഡിയൻസ് പറയുന്നത്. മനഃപൂർവ്വം പോയി ഞാൻ എന്നാൽ മരിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ക്രൂശ് എടുത്തുകൊണ്ട് പോകായിരുന്നില്ല, വിട്ടുകൊടുക്കുകയായിരുന്നു. ആ നീതി പൂർത്തിയാക്കാൻ ആ വിട്ടുകൊടുക്കൽ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ പാസീവ് ഒബീഡിയൻസിനകത്തുള്ള ശാരീരികമായ വേദന, മരണം, ക്രൂശിൽ സഹിച്ച വേദന, ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത യാഗത്തിൻ്റെ ഭാഗങ്ങളാണ്, എലമെൻസാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ പ്രായശ്ചിത്ത യാഗത്തിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായശ്ചിത്ത യാഗം മാത്രമല്ല, പ്രായശ്ചിത്തം, പാപത്തിൻ്റെ പ്രതിശാന്തി, ദൈവത്തിന് മുമ്പിലുള്ള ആ തൃപ്തിയാക്കൽ, ദൈവത്തെ തൃപ്തിയാക്കൽ, അതിൽ
കർത്താവ് എന്തെല്ലാം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അനുസരിക്കുകയും കഷ്ടപ്പെടുകയും വേദന അനുഭവിക്കുകയും മരിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തി. അതിനാണ് നമ്മൾ അറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഇതിലൊക്കെ ശാരീരികമായ വേദന അവിടെ ഇരിക്കുമ്പോൾ തന്നെ ശാരീരികമായ വേദനയെക്കാളും വലിയ വേദനയാണ് ഈ പാപങ്ങളെ വഹിക്കുക എന്ന് പറയുന്ന വേദന. നമുക്കറിയാം, ഒരാൾ നമ്മളെക്കുറിച്ച് ദോഷമായിട്ട് സംസാരിച്ച് നമുക്ക് ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും ഒരാൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പാപികളായി നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും തികഞ്ഞവനായ ഒരു പാപം പോയിട്ട് പാപത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ലാതെ അത്ര പെർഫെക്ഷൻ, അത്ര പൂർണ്ണതയിൽ ജീവിക്കുന്ന യേശു കർത്താവിന് ഇത്രയും പാപങ്ങളുടെ ഭാരം തലയിലേക്ക് വരുമ്പോൾ, ഞാൻ ചെയ്ത പാപവും കർത്താവ് ചെയ്ത രീതിയിലാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പാപങ്ങളുടെ ഭാരം ആ തലയിലേക്ക്, ആ ശിരസിലേക്ക് വന്നതിൻ്റെ വേദന, അതൊരു ഭയങ്കര മാനസിക വേദനയാണ്, വ്യഥയാണ്. ഈ വ്യഥയും കർത്താവ് സുന്ദരമായി നമ്മളുടെ സ്നേഹത്തിൽ അനുഭവിച്ചു എന്ന് നമുക്ക് കാണാം. അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. യെശയ്യാ 53 അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ അകൃത്യം അവൻ്റെ മേൽ കണക്കിട്ടു. നമ്മൾ ചെയ്ത കുറ്റങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാക്കി മാറ്റി. അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായ മാനസികമായ വേദനയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇത് കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെ അവൻ്റെ മേൽ ചുമത്തി അവനെ പാപമാക്കി മാറ്റി. പിന്നെ കർത്താവ് അനുഭവിച്ചൊരു വലിയ വേദന എന്ന് പറഞ്ഞ അബാൻഡൻമെൻ്റാണ്. ആരുമില്ലാത്ത ഏകാന്തമായ ക്രൂശ്, പിതാവിൻ്റെ ശബ്ദം പോലും കേൾക്കാത്ത ക്രൂശ്, മനുഷ്യരൊരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത, എല്ലാവരും അറയ്ക്കുന്ന വെറുക്കുന്ന ക്രൂശിൽ നഗ്നനായി സൃഷ്ടികർത്താവ് കിടക്കുന്നു. ഈ ഒരവസ്ഥ കർത്താവ് അനുഭവിച്ച വേറൊരു വേദന. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്ന അബാൻഡൻമെൻറ്റ്. അതായത് പാപത്തോടുള്ള ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ കർത്താവ് എൻ്റെ ശരീരത്തിൽ മനസ്സിൽ വഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വേദനയിലൂടെ കർത്താവ് കടന്നുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തെ കർത്താവ് ചുമന്നു. അപ്പോൾ ആ പ്രായശ്ചിത്തം അല്ലെങ്കിൽ പ്രതിശാന്തി ദഹിക്കുക എന്നുള്ളതിനകത്ത് ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ അത്രയും സ്നേഹിക്കുന്നത്. കാരണം കർത്താവ് അവൻ നമ്മളെ ആദ്യമേ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്താലും ചോദിച്ചാലും നമുക്ക് അനുസരിക്കാൻ തോന്നേണ്ടത്. കാരണം നമ്മൾ ഇതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. വേറെ ആർക്കും ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുകയുമില്ല. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞാൽ അല്ല ഇന്നാര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. അങ്ങനെയല്ല കർത്താവിനുള്ള സ്നേഹം അൺകണ്ടീഷണലാണ്. അതിനകത്ത് ഒരാളെ പോലും നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം, പാപത്തോടുള്ള ക്രോധത്തെ, അത് യെശയ്യാ 53 നമ്മൾ വായിക്കുമ്പോൾ ഈ ക്രോധത്തെ കർത്താവ് എങ്ങനെയാണ് സഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ പ്രായശ്ചിത്തയാഗം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 4 കാരണങ്ങളും ഓക്കെ, അതുപോലെ 4 വ്യവസ്ഥകളും നമുക്ക് നോക്കാം. നമുക്കുള്ള 4 ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? 1, നമ്മൾ പാപസംബന്ധമായി മരിക്കാൻ അർഹതയുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലുണ്ടായിരുന്നു. ദൈവവുമായി നമ്മൾ എന്നും അകന്നവരായിരുന്നു. അതുപോലെ നമ്മൾ പാപത്തിനും സാത്താനും അടിമകളായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാഗം, ഒരു പെർഫെക്റ്റ് യാഗം. എബ്രായലേഖനം 9:26 പറയുന്നു, അവൻ ഒരിക്കലായി പ്രത്യക്ഷനായി എന്തു ചെയ്തു? പാപത്തെ നീക്കിക്കളഞ്ഞു. അവൻ്റെ യാഗത്താൽ പാപത്തെ നീക്കിക്കളഞ്ഞു. എബ്രായലേഖനം 9:26 പറയുന്നു യാഗം. അപ്പോൾ ഒന്നാമത് കർത്താവ് ചെയ്യുന്നത് ഒരു പാപങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ളൊരു യാഗമാണ്. അപ്പോൾ പ്രായശ്ചിത്തം എന്നുള്ളത് വരുമ്പോൾ ഒന്നാമതൊരു യാഗം. പിന്നീട് നമ്മൾ പറയുന്നത് പ്രൊപ്പീഷ്യേഷൻ, അതായത് ദൈവത്തെ നീതി കൊണ്ട് തൃപ്തിപ്പെടുത്തുക. മൂന്നാമത് പറയുന്നത് മനുഷ്യൻ ദൈവമായി എന്നെന്നും അകന്നവനായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത മൂലം ഈ അകന്നു കിടന്ന ദൈവത്തെയും മനുഷ്യരെയും ഒന്നാക്കുക. ഓക്കെ, അത് 2 കൊരിന്ത്യർ 5:18 ദൈവവുമായി നമ്മെ യഥാസ്ഥാപനപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്. അവസാനം പറയുന്നത് റിഡംഷൻ എന്ന വാക്കാണ്. അത് വീണ്ടെടുക്കുക, റിഡീം ചെയ്യുക. നമ്മളെ ഇപ്പോൾ സാത്താൻ്റെ കുരുക്കിലായിരുന്നു, ഈ സാത്താൻ്റെ കുരുക്കിൽ നിന്ന് നമ്മൾ രക്ഷിക്കുക. ഇതാണ് റിഡംഷൻ. ഇപ്പോൾ 4 കാര്യങ്ങൾ ഈ പ്രായശ്ചിത്തത്തിനകത്തുള്ളത്. 1 യാഗം, മറ്റൊന്ന് ദൈവത്തെ നീതി കൊണ്ട് തൃപ്തിപ്പെടുത്തൽ, 3 ദൈവമായുള്ള പാപിയായ മനുഷ്യൻ്റെ യഥാസ്ഥാപനം, 4 വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടിമത്തത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. അവർ പറയുന്ന കർത്താവ് തൻ്റെ ജീവനെ മറുവിലയായി നൽകിയെന്നാണ്. മറുവില. ഈ മറുവില എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു കിഡ്നാപ്പർ കൊണ്ടുപോയി ഒരാളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കിഡ്നാപ്പർക്ക് പൈസ കൊടുത്തിട്ട് അയാൾ രക്ഷിക്കുന്ന മോചനദ്രവ്യം, മറുവില, മോചനദ്രവ്യം. അപ്പോൾ കർത്താവ് മോചനദ്രവ്യം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നതാണ്, ആർക്ക് കൊടുത്തു? ആരുടെ കസ്റ്റഡിയിലായിരുന്നു നമ്മൾ? സാത്താൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം കർത്താവ് രക്തമർപ്പിച്ചത് സാത്താനാണ്? ഒരിക്കലുമല്ല. സാത്താന് കർത്താവ് എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. സാത്താനെ കർത്താവ് കാൽവരി ക്രൂശിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ മേലുള്ള സാത്താൻ്റെ പിടി അയഞ്ഞത് സാത്താന് പൈസ കൊടുത്ത് തൃപ്തിപ്പെടുത്തിയതുകൊണ്ടല്ല, അവൻ്റെ തല ചവിട്ടി മെതിച്ചതുകൊണ്ടാണ്. അപ്പോൾ അവൻ്റെ തല ചവിട്ടി മെതിക്കുകയാണ് കർത്താവ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ റാൻസം എന്ന് പറഞ്ഞാൽ ആർക്കാണ് കൊടുത്തത്? റാൻസം, അതായത് മറുവില കൊടുത്തത് ആർക്കാണ്? സാത്താനല്ല. കാരണം സാത്താന് വേണ്ടി അല്ലല്ലോ കർത്താവ് യാഗം അർപ്പിച്ചത്, ഒരിക്കലുമല്ല. അപ്പോൾ ഈ മറുവില ആർക്കാണ് കൊടുത്തത്? ആർക്കാണോ ഇവിടെ നഷ്ടമുണ്ടായത്? ദൈവത്തിനാണ്. കാരണം നമ്മളൊരിക്കലും സാത്താനെതിരെ അല്ല പാപം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയത്, ദൈവത്തിനെതിരെയാണ് പാപം ചെയ്തത്. ദൈവത്തിനാണ് പാപത്തിൻ്റെ വേദന സഹിക്കേണ്ടി വന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് മനുഷ്യൻ കോംപ്രമൈസ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം ദൈവത്തിനാണ്. അപ്പോൾ ആർക്കാണ് കർത്താവ് ഈ തൃപ്തിപ്പെടുത്തൽ? ആരെയാണ് തൃപ്തിപ്പെടുത്തുന്നത്? ദൈവത്തെയാണ്. അപ്പോൾ ശരിക്കും യേശുക്രിസ്തുവിൻ്റെ യാഗം ദൈവത്തിന് മുമ്പിലാണ്, സാത്താൻ്റെ മുമ്പിലല്ല. ഇത് പലപ്പോഴും ഈ മറുവില എന്നുള്ള വാക്ക് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. അങ്ങനെ പല ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സാത്താന് ഒന്നും ഡിമാൻഡ് ചെയ്യാനുള്ള പവറില്ല ദൈവത്തിനോട്. ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സാത്താൻ ഒരിക്കലും മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ ഒഫൻഡഡ് ആയിട്ടുമില്ല. കാരണം അവനൊരു നഷ്ടവും വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ബോണ്ടേജിൽ നിന്ന്, അടിമത്തത്തിൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പിതാവിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ജീവനെ തന്നെ ആ ദൈവത്തിൻ്റെ നീതിയുടെ തൃപ്തിക്കായി കർത്താവ് നൽകുകയായിരുന്നു. അതാണ് ഈ മറുവില എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സാത്താന് കൊടുത്തതല്ലത്, ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ചതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകാം, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പ്രായശ്ചിത്ത യാഗത്തിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിനകത്തൊരു യാഗമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമുണ്ടായിരുന്നു, ദൈവമായിട്ടുള്ള നമ്മുടെ യഥാസ്ഥാപനം ഉണ്ടായിരുന്നു, അതുപോലെ വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പം നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ്: നമ്മൾ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും സാത്താൻ്റെ തലയെ കർത്താവ് തകർക്കുകയും പിതാവിൻ്റെ കോപത്തെ അടക്കുകയും നീതിയാൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അടക്കുകയും അതുപോലെ തന്നെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പാപത്തിൻ്റെയും സാത്താൻ്റെയും പിടിയിൽ നിന്ന് അവൻ്റെ തലയെ ചവിട്ടി മെതിച്ചിട്ട് അവൻ്റെ ശക്തിയെ ദുർബലമാക്കി ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് അവൻ്റെ പിടിയിൽ നമ്മളെ വിടുവിച്ച് നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ച്, ഇങ്ങനെയാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊണ്ട് കൊടുത്തിട്ട് മേടിക്കുന്നതല്ല, അത് ശത്രുവിൻ്റെ തലയെ ചവിട്ടി കളഞ്ഞിട്ട് നമ്മളെ രക്ഷിക്കുന്നതാണ്. പൗലോസ് റോമാലേഖനം 6:11 പറയുന്നു, അവണ്ണ നിങ്ങളും പാപസംബന്ധമായി മരിച്ചുവരെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്ന് പറയുന്നു. അതായത് നമ്മൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നു, നമ്മളിനി പാപത്തിൻ്റെ അടിമത്തത്തിലല്ല, പാപസംബന്ധമായി നമ്മൾ മരിച്ചിരിക്കുന്നു, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, നമ്മളിനി ക്രിസ്തുവിൻ്റെ അവകാശികളായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുപ്പ് എന്ന വാക്ക് കർത്താവ് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്നും വീണ്ടെടുത്തു, അവൻ്റെ മക്കളാക്കി മാറ്റി, അവകാശികളാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രായശ്ചിത്തത്തെക്കുറിച്ച് പലതരം ദുരുപദേശങ്ങൾ ലോകത്തിൽ പല സ്ഥലത്തും വ്യാപരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് കാണേണ്ട കാര്യമില്ലെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, റാൻസം ടു സൈറ്റൻ എന്ന് പറയുന്ന തിയറിയാണ്. റാൻസം ടു സൈറ്റൻ, ഇതാണ് ഏറ്റവും ആദ്യത്തെ ദുരുപദേശം ഈ വിഷയത്തെ സംബന്ധിക്കുന്ന. അത് നിങ്ങൾ പഴയൊരു ബിഷപ്പ് 190 AD, അതായത് യേശുക്രിസ്തുവിന് ശേഷം 150-160 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒറിഗൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തു സാത്താന് പണം കൊടുത്താണ് നമ്മളെ രക്ഷിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒത്തിരി അപകടകരമായ ഒരു വ്യാഖ്യാനമാണ്. സാത്താന് വേണ്ടി ബലിയർപ്പിച്ചതുപോലെ, സാത്താൻ്റെ മുമ്പിൽ ബലിയർപ്പിച്ചതുപോലെ ആയിപ്പോവും. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഒരു കാരണവശാലും സാത്താന് ദൈവം ഒന്നും കൊടുക്കേണ്ട നമ്മളെ രക്ഷിക്കാൻ. കാരണം നമ്മൾ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ്. ദൈവം ബലഹീനനായി നിന്ന് സാത്താനോട് ഒരിക്കലും യാചിക്കുകയില്ല. ഓക്കെ. അപ്പോൾ സാത്താന് റാൻസം കൊടുത്തെന്നുള്ളതാണ് ഒരു അപകടകരമായൊരു തിയറി. ഇനി രണ്ടാമത്തത്, യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ, ഇപ്പോൾ പല ആൾക്കാർക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്, ഞാൻ പാപിയാണ്, അതിന് പകരം യേശുക്രിസ്തുവിനെ
ക്രൂശിച്ചിട്ട് എന്താണ് കാര്യമെന്ന്, പാപിയായ എന്നെയല്ലേ ശിക്ഷിക്കേണ്ടതെന്ന് ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത്, അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് യേശുക്രിസ്തു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചു, മരിച്ചു. നമുക്കതൊരു എക്സാമ്പിളാണ്, അത്രയേ ഉള്ളൂ. ഒരാളുടെ പാപത്തിന് വേറെ ആൾ ശിക്ഷിക്കപ്പെടുന്നത് ശരിയല്ല. ഇതിന് മോറൽ ഇൻഫ്ലുവൻസ് തിയറി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എക്സാമ്പിളായിട്ട് കാണുക, അതേസമയത്ത് രക്ഷകനായിട്ട് കാണുന്നില്ല. എന്നെ രക്ഷിച്ചു, എൻ്റെ വില കൊടുത്തു, അങ്ങനെ കാണുന്നില്ല. മോറൽ ഇൻഫ്ലുവൻസർ, എന്നെ നല്ലവനാക്കാൻ വേണ്ടി. ഇന്ന് ഒരു വലിയ പങ്ക് വിശ്വാസികളും ഇങ്ങനെ ചിന്തിക്കുന്നത്. യേശുക്രിസ്തു ദൈവം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഒരു മോറൽ ഇൻഫ്ലുവൻസിങ്ങിലൂടെ ഞാൻ നന്നാകുമെന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ഒന്നും നന്നാവാൻ നമുക്ക് പറ്റില്ല. യേശു കർത്താവ് നമ്മളെ മോറലി ഇൻഫ്ലുവൻസ് ചെയ്ത് നന്നാക്കിയെടുക്കുകയല്ല. കർത്താവിനെ നോക്കി പഠിച്ച് അവൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ അല്ല കർത്താവ്. നമ്മൾ അവനെ തന്നെയാണ് അനുകരിക്കുന്നത്. പക്ഷെ അനുകരിക്കുന്നത് ആത്മാവിൽ നടക്കുമ്പോഴാണ്. അതായത് ഒരിക്കലും നമുക്ക് മോറൽ ഇൻഫ്ലുവൻസ് അല്ല, അത് സാൽവേഷനാണ്. യേശുക്രിസ്തു നമ്മൾ ഉദാഹരണമല്ല, നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് ഉദാഹരണം നോക്കി നടക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മുടെ കഴിവിനാൽ. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് തന്നെ നമ്മളെ രക്ഷിച്ചേ പറ്റുള്ളൂ. രക്ഷയുടെ ആദ്യന്തം കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്, അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ഇപ്പം മോറൽ ഇൻഫ്ലുവൻസ് തിയറി പോലെ തന്നെ, അതായത് പലതരത്തിലുള്ള തിയറി, ഗവൺമെൻറ്റൽ തിയറി, ഇങ്ങനെ പലതരത്തിലുള്ള തിയറികൾ ലോകത്തിൽ പല സ്ഥലത്തുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് വേദപുസ്തകം നമ്മളോട് എന്ത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു, അവൻ നമുക്കായി പാപമാക്കപ്പെട്ടു, പുത്രൻ്റെ യാഗത്താൽ നാം എന്നേക്കും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോവുകയില്ല. ഇതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രായശ്ചിത്ത യാഗം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഈ പാപപരിഹാര യാഗത്തെക്കുറിച്ച് അനേകം വിവാദങ്ങളുണ്ട്. നമ്മളതിനെക്കുറിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ കാണും. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് സകലരും അംഗീകരിക്കേണ്ട സത്യമാണ്. അത് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ മഹത്വമേറിയ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന നിത്യജീവൻ അനുഭവിക്കുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവേ അത് സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ തുറക്കുന്ന അവിടുത്തെ വചനം ദൈവമേ തക്കതായി പ്രവർത്തിക്കുവാൻ അടിയനങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ അടുത്തേക്ക് ഇത് എത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വചനം ദൈവമേ അനേകരെ ജീവിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവൻ പ്രാപിച്ച് അങ്ങേ നമസ്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും, വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും, ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ കൺമണി പോലെന്നെ കാത്തിടണേ. ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ